ഇനി എനിക്കൊരു കാര്യം കൂടി പറയട്ടെ. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയം ഞങ്ങളും പഠിക്കണം, നിങ്ങളും പഠിക്കണം. റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരു 60% മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. പറഞ്ഞു, റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഓഹരി കൈമാറ്റം നടന്നു എന്ന്. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെന്റിലുണ്ട്. ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിന്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. അവര് കൺസെഷൻ എഗ്രിമെന്റിൽ ഡെവലപ്മെന്റും ഓപ്പറേഷനും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി മാത്രമാണ്. മനസ്സിലാക്കിക്കൊള്ളാം. ഗവൺമെന്റാണ് ഓണർ. ആ അതോറിറ്റി, അതായത് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ആ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെ അവിടെ 25% ഒരു ട്രാൻസ്ഫറും, അതായത് അവരുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതായത് കൺസെഷൻ എഗ്രിമെന്റിലെ 5(3)(1) വളരെ ക്ലിയറാണ്. പ്രിയോർ അപ്രൂവൽ ഓഫ് ദ ഗവൺമെന്റ്. ഞങ്ങൾ ഈ നിയമസഭയിൽ ആ നിയമസഭ കൂടി അന്ന് വാർത്ത വരുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയാമെങ്കിൽ ഞാൻ പറയും എനിക്കറിയാം, പക്ഷെ അവരുടെ ലെറ്റർ വന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞാൽ പോരെ. എനിക്കറിയാം ഇവരിങ്ങനെ നടപടി നടക്കുന്നത്, എനിക്കറിയാം. പക്ഷേ അവർ പ്രയോർ മുൻകൂർ അപ്രൂവലിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് കത്ത് തന്നിട്ടില്ല. കത്ത് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമായി. പിന്നെ വന്ന ആരോപണങ്ങൾ മുഴുവൻ എന്താണ്? ഇത് മുഴുവൻ നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായത് മെയ് 18-ാം തീയതിയല്ലേ. ഞാനെങ്ങനെ നേരത്തെ അറിയുന്നത്? പക്ഷെ പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ 1 വർഷമായി ഈ വിവാദം വന്നതിന് ശേഷം ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ രാജായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പൊ ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി, LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത, വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം, MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൽ നടക്കുന്നത്? ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഞാനിത് കുറെ ദിവസം ആസ്വദിക്കരുത്. സതീശൻ മൗനമാണ്. ഈ നിശബ്ദതയ്ക്ക് എന്തോ അർത്ഥമുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ഓഹരി കൈമാറ്റത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്? എനിക്ക് കിട്ടിയ കമ്മീഷൻ വരെ പറഞ്ഞു ഒരു മാധ്യമം. 13,000 കോടിയുടെ കണക്കാക്കിയിട്ട് 2% കണക്കാക്കിയിട്ട് എനിക്ക് അവര് സെബിക്ക് കത്തയച്ചു. അപ്പൊ ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ കത്തയച്ചെന്ന് അറിഞ്ഞാണ് ഇത് ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി തേടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ അസംതൃപ്തി അവരെ അറിയിച്ചു. അപ്പൊ തന്നെ അവർ പ്രയോർ അപ്രൂവലിന് കത്ത് തന്നു. അവിടെ കത്ത് തന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം.
ഈ കൺസെഷൻ എഗ്രിമെന്റിൽ ഇപ്പൊ പറഞ്ഞല്ലോ മോണോപോളി വരും, ഈ കൺസെഷൻ എഗ്രിമെന്റ് പോലും ഒന്ന് വായിച്ചു നോക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പ്രസംഗിച്ചത്. MSC കമ്പനിക്ക് കൊടുത്താൽ MSC കമ്പനിയുടെ മോണോപോളി വരും, കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാവും, അവിടെ വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനൊരു സലാം കൂടി കൊടുക്കുകയാണ്, ഒരു സെല്യൂട്ട്. അവരെ ആ കൺസെഷൻ എഗ്രിമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ഇല്ലാതാക്കിയ ഗവൺമെന്റ് ഇടപെടാൻ പറ്റും. 581 എഴുതി വെച്ചിട്ടുണ്ട് കോമൺ യൂസർ ഫെസിലിറ്റി വേണം, ഒരാളുടെ മോണോപോളി അവിടെ പറ്റില്ല എന്ന്. ഈ ഗവൺമെന്റ് MSCക്ക് ഇത് കൊടുത്താൽ അവിടെ വേറെ ഒരാൾക്ക് ഓപ്പറേഷൻ നടത്താൻ പാടില്ല എന്നാണ് ആരോപണം പറഞ്ഞത്. അത് ഇവർ വന്നാൽ അങ്ങനെ ആവുമെന്ന്. ആ ക്ലോസ് വരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ എഗ്രിമെന്റിൽ. കൺസെഷൻ എഗ്രിമെന്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ MSC ആയിട്ടുള്ള ചർച്ച നടത്തിയത് അറിയാം. അവർ വന്നാൽ ഈ LDF ഗവൺമെന്റിന്റെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ വിഷനാണ് MSC വരുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് 24 മണിക്കൂറൊക്കെ മാറ്റി പറഞ്ഞിട്ട് എന്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, ഞാൻ പറയാറുണ്ടല്ല, ബാക്കി 4 വിരലും സ്വന്തം നെഞ്ചത്തോട്ടാണ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ ഇനി? പറഞ്ഞോ, ഏത് സംശയം ചോദിച്ചോളാം. ഒരു കരാർ ലംഘനം ഉണ്ടായിട്ടില്ലല്ലോ. കരാർ ലംഘനം ഓഹരി കൈമാറ്റം നടത്തിയാൽ കരാർ ലംഘനമാവും. അല്ല, ചോദിച്ചോ. ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന്. ഇതാണ് സംഭവം. ദേശാഭിമാനിയാണ്. ഓഹരി കൈമാറ്റം നടത്തിയില്ലെന്ന്. അതാണ് ചോദിച്ചത്. അദ്ദേഹം ഇതുവരെ വിചാരിച്ചിരുന്നത് ഓഹരി കൈമാറ്റം നടന്നു എന്നാണ്. എന്നോടുള്ള ചോദ്യം, ഓഹരി കൈമാറ്റം നടന്നില്ല സ്നേഹിത, നടന്നില്ല. നടക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ് ഉണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ പോകണം. ഒന്ന്, നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക് പോയിന്റ് ആണിത്, അതവർ പരിശോധിക്കണം. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗിൽ പോകണം, അവരുടെ ഇത് കിട്ടണം. ഇതെല്ലാം പരിശോധിച്ചിട്ട് വേണം. ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണ് കാര്യം? കൺസെഷൻ എഗ്രിമെന്റിൽ അവരുടെ ഷെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ എന്തിനാണ് അപ്രൂവൽ കൊടുക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ. ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ്, നമ്മളാണ് ഓണർ, നമ്മുടെ താല്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണം. അല്ലാതെയുള്ള എന്തെങ്കിലും ഇതിലുണ്ടോ, ഇതിന്റെ ട്രാൻസ്ഫറിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. മാത്രമല്ല, ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഭാവി എങ്ങനെയായിരിക്കും ഇവർ വന്നാൽ, ഗുണമാണോ ദോഷമാണോ, അതിനാണ് എംപവേർഡ് കമ്മിറ്റിക്ക് അത് പഠിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അവർ പഠിച്ചു വന്നാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാങ്ഷനും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.